ഇന്ന് 2025 നവംബർ 16 വിഷ്ണുപതി പുണ്യകാലം. വിഷ്ണുപൂജ നടത്തുന്നതിന് ശുഭകരമായ ഒരു കാലഘട്ടമായി വിഷ്ണുപതി പുണ്യകാലം കണക്കാക്കപ്പെടുന്നു. വർഷത്തിൽ 4 തവണയും 3 മാസത്തിലൊരിക്കൽ സൂര്യൻ വൃഷം, കുംഭം, വൃശ്ചികം, സിംഹം എന്നീ രാശികളിലേക്ക് സ്ഥിരസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും ഈ സമയം സംഭവിക്കുന്നു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുന്ന സമയമാണ് വിഷ്ണുപതി. ഈ ദിവസം വിഷ്ണുവിനും ഗരുഡനും പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ വിഷ്ണുപതി പുണ്യകാലം ഒരു വ്യക്തിക്ക് അവരുടെ സാമ്പത്തികം, സാമൂഹിക നില എന്നിവ മെച്ചപ്പെടുത്താനും ജീവിതത്തോടുള്ള ശുഭാക്തി വിശ്വാസമുള്ള സമീപനത്തിനായി അവരുടെ ബോധത്തെ പരിഷ്കരിക്കാനുമുള്ള മികച്ച അവസരമാണ്. 2025 വിഷ്ണുപതി പുണ്യകാലം ഫെബ്രുവരി 12 ബുധൻ, മെയ് 15 വ്യാഴം, ഓഗസ്റ്റ് 17 ഞായർ, നവംബർ 16 ഞായർ. വിഷ്ണുപതി പുണ്യകാലത്തിലെ ആചാരങ്ങൾ എന്നത് വിഷ്ണുപതി പുണ്യകാലം ആഘോഷിക്കുന്ന ദിവസം രാവിലെ 1:30 മുതൽ 10:30 വരെ 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുണ്യസമയമാണിത്. ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭക്തർ സാധനകളും പ്രത്യേക പൂജകളും നടത്തുന്നു. പഴങ്ങൾ, പൂക്കൾ, തുളസിയിലകൾ, ധൂപം, ധൂപവർണ്ണങ്ങൾ എന്നിവയുടെ രൂപത്തിൽ ഭഗവാന് നിരവധി വഴിപാടുകൾ അർപ്പിച്ചാണ് പൂജ നടത്തുന്നത്. വിഷ്ണുപതി പുണ്യകാലം ആഘോഷിക്കുന്ന സമയത്ത് ഭക്തർ ശ്രീഹരി വിഷ്ണുവിന്റെ നാമങ്ങൾ ജപിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന കഥകൾ കേൾക്കുകയും ചെയ്യുക. ഭഗവാൻ വിഷ്ണുവുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാനും പരമശക്തിയുമായി ഒന്നിക്കാനും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. വിഷ്ണുപതി പുണ്യകാലത്തിന്റെ പ്രാധാന്യമെന്നത് വിഷ്ണുപതി പുണ്യകാലം ഭഗവാൻ വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്നു. പരമ്പരാഗത ഹിന്ദു കലണ്ടറിൽ 4 വിഷ്ണുപതി പുണ്യകാലം ദിവസങ്ങളുണ്ട്. അവ തമിഴ് വൈഷ്ണവ സംസ്കാരവുമായും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. മുഴുവൻ ദിവസവും വിഷ്ണു പൂജയ്ക്ക് അനുകൂലമാണെങ്കിലും ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ നാരായണനെ ആരാധിക്കുന്നത് വളരെ ശുഭകരമായ ഒരു പ്രത്യേക സമയമുണ്ട്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് വിഷ്ണുപതി പുണ്യകാലം പ്രപഞ്ചത്തിന്റെ പ്രയോജനത്തിന് ആവശ്യമായ നിരവധി ദിവ്യകർമ്മങ്ങൾ ഭഗവാൻ ചെയ്തു. ഇനി മുതൽ ഭൗതികാഭിവൃദ്ധി, മാനസിക മാലിന്യങ്ങൾ വേഗത്തിൽ ഇല്ലാതാക്കൽ, മൊത്തത്തിലുള്ള ആത്മീയ പരിണാമം എന്നിവയ്ക്കായി അനുഗ്രഹം തേടുന്നതിനായി ഹിന്ദുക്കൾ ഈ സമയത്ത് ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്